ദിവ്യ, ഈ മുനമ്പം കമ്മീഷൻ്റെ അതിൻ്റെ ഫൈൻഡിങ്സ് എല്ലാം റെഡിയായി ഇപ്പോൾ സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുകയാണ്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ് ആ കമ്മീഷനെ നയിക്കുന്നത്. ആ കമ്മീഷൻ്റെ ഫൈൻഡിങ്സ് സംബന്ധിച്ച് അദ്ദേഹം തന്നെ മീഡിയ വണ്ണിനോടൊപ്പം തത്സമയം ചേരുകയാണ്. സാർ നമസ്കാരം. ഈ കമ്മീഷൻ്റെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ്? അല്ല, ഗവൺമെൻറ് കമ്മീഷൻ നിയോഗിച്ച് തന്നെ മുനമ്പത്തെ ജനങ്ങളെ അവിടെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പം മുനമ്പത്ത് ഞാൻ പോയി കണ്ടു, അവരുടെ ജനങ്ങളുടെ സാഹചര്യം, ജീവിത സാഹചര്യം മനസ്സിലാക്കി. ഒരു കാരണവശാലും അവരുടെ പുനരധിവാസം വേറൊരു സ്ഥലത്ത് സാധിക്കില്ല. പ്രാദേശികമായിട്ട് മത്സ്യബന്ധനം, മത്സ്യവ്യവസായം, ടൂറിസം, അങ്ങനെയുള്ള ഓരോ ജോലിയിലേർപ്പെട്ട് ജീവിതമാർഗം കഴിക്കുന്ന അവിടുത്തെ ആ പ്രദേശത്തെ മാത്രം ആശ്രയിക്കുന്ന ജനങ്ങളാണ്. അപ്പോൾ അവരെ അവിടുന്ന് മാറ്റുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് സാധിക്കില്ല. അതിന് ഗവൺമെൻറ് ഏത് രീതിയിലും അവരെ അവിടെ സംരക്ഷിക്കണം. ഗവൺമെൻറ് ഉദ്ദേശം അതാണ് ഗവൺമെൻറ് ഈ കമ്മീഷൻ നിയോഗിച്ചു. പ്രത്യേകിച്ച് അവരെ എങ്ങനെ സംരക്ഷിക്കണം എന്നാണ് കമ്മീഷനോട് ചോദിച്ചേക്കണേ. അതിപ്പോൾ കമ്മീഷൻ പറഞ്ഞേക്കണേ എന്നാന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ഈ കേസുകളുടെ വിധിയൊന്നും കമ്മീഷൻ അറിയില്ല. കേസ് ട്രൈബ്യൂണലിൽ കിടക്കണു, വാക്കപ്പ് ട്രൈബ്യൂണലിൽ കിടക്കണു, അതിന് മുകളിൽ ഹൈക്കോടതിയിൽ അപ്പീൽ വരും. ഇതെല്ലാം കഴിഞ്ഞ് അന്തിമമായ വിധി അനുസരിച്ച് മുനമ്പക്കാർ പുറത്ത് പോകേണ്ട ഒരു സ്ഥിതി വരികയാണ്. വഖഫിന് വസ്തു തിരിച്ചു കൊടുക്കാൻ പറയുകയാണെങ്കിൽ മാത്രമേ ഗവൺമെൻറ് ഇടപെടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ വഖഫ് ബോർഡ് എന്ന് പറയണത് ഒരു സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് ഉണ്ടാക്കിയ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. വളരെ ഉത്തരവാദിത്തത്തോടെ പെരുമാറുന്ന വളരെ കൊള്ളാവുന്ന ഒരു ബോഡിയാണത്. പിന്നെ അടുത്തതാരാണ്? ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലൊന്നാണ് ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ്. അപ്പം ഇവർ രണ്ടുപേരുമായിട്ട് സർക്കാർ ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻറ്റ് സാധിക്കും. രമ്യമായിട്ടിത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ, യാതൊരു പ്രശ്നവുമില്ല. എനിക്ക് തോന്നുന്നത് ഈ മൂന്ന് പേരും, അതായത് ഗവൺമെൻറ്, ഈ വഖഫ് ബോർഡ്, അതുപോലെ ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ്, ഇവർ മൂന്ന് പേരും കൂടെ ഇരുന്നാൽ ഒരു പ്രശ്നവുമില്ലാതെ രമ്യമായിട്ടിത് പരിഹരിക്കാൻ സാധിക്കും. അതാണ് ഞാൻ സജസ്റ്റ് ചെയ്തേക്കണേ. അത് സാധിക്കുന്നില്ലെങ്കിൽ അന്തിമമായിട്ട് ഗവൺമെൻറ് എന്തായാലും ഇവരെ സംരക്ഷിക്കണം എന്നുള്ള പ്രതിജ്ഞാബദ്ധമാണ് ഗവൺമെൻറ്. അതിന് കമ്മീഷൻ പറഞ്ഞേക്കണത് വഖഫ് ആക്ട് അനുസരിച്ച് വഖഫ് ഭൂമി ഏറ്റെടുക്കാൻ ചില നിയന്ത്രണങ്ങളോടെ ഏറ്റെടുക്കാം. അത് പൊതുകാര്യത്തിന് വേണ്ടി ഏറ്റെടുക്കാം. അപ്പോൾ അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാനായിട്ട് അത് ഏറ്റെടുക്കാൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. വേണ്ടി വന്നാൽ അവസാനമായിട്ട് വഖഫ് ബോർഡ് നഷ്ടപരിഹാരം കൊടുത്ത് ആ വസ്തു ഏറ്റെടുക്കണം. എന്നിട്ട് അവരെ പുനരധിവാസം അവിടെ തന്നെ നിലനിർത്തണം എന്നാണ് പറയുന്നത്. മുനമ്പത്തെ നിലവിൽ താമസിക്കുന്ന ആളുകളെ കുടിയൊഴിപ്പിക്കരുത്, അവിടെ തന്നെ നിർത്താൻ. ഒരു കാരണവശാലും മുനമ്പത്തെ താമസക്കാരെ കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കരുത്. അത് നടക്കില്ല. ഗവൺമെൻറ് അത് ആഗ്രഹിക്കുന്നില്ല. ഗവൺമെൻറ് അത് പ്രതിജ്ഞാബദ്ധമാണെന്നുള്ളത് ഈ കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ ക്ലിയറാണ്. ഗവൺമെൻറ്റിന് ബോധ്യമാണ് അവരെ അവിടുന്ന് മാറ്റാൻ എളുപ്പമല്ല. കാര്യം അങ്ങനെ നമ്മുടെ നാട്ടിൽ എല്ലാവരും തന്നെ ഒരു ജനവിഭാഗം ദീർഘകാലമായിട്ട് താമസിക്കുന്ന സ്ഥലത്ത് ഒരു തൊഴിലവസരങ്ങൾ കണ്ടുപിടിക്കുന്നു, ചെറിയ വ്യവസായങ്ങൾ തുടങ്ങുന്നു. അപ്പോൾ അവരെ അവിടുന്ന് മാറ്റി താമസിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അപ്രായോഗികമാണ്.